2011 എന്നെ ഒരു ആക്ടിംഗ് പൊസിഷനിൽ എൻ്റെ മിനിസ്റ്റർ എന്നെ അപ്പോയിൻ്റ് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് ആക്ടിംഗ് പൊസിഷനിലുണ്ടായിരുന്ന ഒഫീഷ്യൽസ് 3 പേരെ സസ്പെൻഡ് ചെയ്യുകയും ആ സസ്പെൻഷനെ പറ്റിയിട്ട് ലീഗലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് മിനിസ്റ്റർ തന്നെ ഒരു കമ്പനിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ വിവരങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്യാതെ ആണ് എന്നെ ആക്ടിംഗ് പൊസിഷനിൽ അപ്പോയിൻ്റ് ചെയ്തത്. പിന്നീട് അത് ഒരു കേസായി മാറുകയും മിനിസ്റ്റർ റിസൈൻ ചെയ്തു. അതിൻ്റെ എല്ലാ ചാർജസും എൻ്റെ തലയിലായി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ക്രിമിനലായിട്ട് ഒരു കേസ് ഡിപ്പാർട്ട്മെൻറ്റ് ചാർജ് ചെയ്യുകയുണ്ടായി. 3 ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. ആ സമയത്തെല്ലാം ഞങ്ങൾ 2019 ആദ്യമായിട്ട് എൻ്റെ വൈഫും ഞാനും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. ഞങ്ങളൊരു പ്രാവശ്യം സാക്ഷി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2023 ഈ മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ തന്നെയാണ് അതിൻ്റെ പ്രശ്നക്കാരൻ. അപ്പോൾ അവർ എന്നെ കേസ് ചാർജ് ചെയ്യുകയും അങ്ങനെ അവസാനം അത് കോടതി കേസായി മാറുകയും ചെയ്തു. മാതാവിൻ്റെ ഇടപെടൽ തുടക്കം മുതലേ ഞാൻ ദർശിച്ചിരുന്നു. ആദ്യമായിട്ട് ഈ 3 ഡിപ്പാർട്ട്മെൻറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അതിൽ 2 ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് അനുകൂലമായിട്ടും 10 വർഷം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് പ്രതികൂലമായിട്ടുമാണ് അവർ കേസ് കൊണ്ടുവന്നത്. അങ്ങനെ ഫെബ്രുവരി 2023 എന്നെ കേസ് ചാർജ് ചെയ്യുകയും അങ്ങനെ കോടതിയും വക്കീലുമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. എനിക്കതിനെ പറ്റിയിട്ട് ഒന്നും തന്നെ അറിയണ്ടായിരുന്നില്ല. ഞാൻ മാനസികമായിട്ട് ഒത്തിരി തളർന്നു. ആ സമയത്ത് എനിക്ക് അഭിഷേകമായി കിട്ടിയ ദൈവവചനം 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എത്രയോ മീനിങ് ആയിട്ടുള്ള ദൈവവചനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോയി. ഇതിൻ്റെ ഇടയിൽ ഓഗസ്റ്റ് 2023 ഞാൻ എൻ്റെ മാനസികമായിട്ട് ഞാൻ ഒത്തിരി തളർന്നു. ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും തകർന്നു. ഞാൻ മെൻ്റലായിട്ട് ബ്രേക്ക് ഡൗൺ ആവുമോ എന്ന് പോലും സംശയിച്ചു. ഓഗസ്റ്റ് 27 ഞാനിവിടെ വരികയും 5 ദിവസത്തെ ലീവിന് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ജോസഫ് അച്ഛൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ എനിക്ക് വേണ്ടി വാദിച്ചിരുന്ന ഈ വക്കീലുമാർ എൻ്റെ പ്രൈവറ്റ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് പ്രോസിക്യൂട്ടറിന് ഹാൻഡ് ഓവർ ചെയ്തു എന്നൊക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത്. ദൈവം തന്നെ ഇടപെട്ട് ആ വക്കീൽമാരെ മാറ്റി പുതിയ വക്കീൽമാരെ വെച്ചു. അങ്ങനെ ആ കേസ് അവസാനം 2025 കേസ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് എനിക്കൊരു ദൈവവചനം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടി. ഈശോ എന്നോട് പറഞ്ഞു, ജിയോ ഓപ്പൺ ഫിലിപ്പി 2:15. എനിക്ക് ഫിലിപ്പി ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ആണോ ന്യൂ ടെസ്റ്റ്മെൻ്റ് ആണോ ഒന്നും കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് അതിലത്തെ വചനങ്ങളും അറിയില്ല. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറയുണ്ടായി, ഫിലിപ്പി 2:15 പറയുന്നു, അതിലെന്താണ് എഴുതിയിരിക്കണേന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ അങ്ങനെ നിങ്ങൾ നിർദോഷികരും നിഷ്കളങ്കരുമായി തീർന്ന് വഴി പിഴച്ചതും വക്രതയുമുള്ളതുമായ ഈ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ, ഇവരുടെ മധ്യേ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. അതാണ് എനിക്ക് കിട്ടിയ വചനം. ആ വചനം കേട്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സ് ഒത്തിരി സന്തോഷിച്ചു. അതാണ് കേസിൻ്റെ അവസാനം വരാൻ പോകണമെന്നുള്ള വിവരം അന്ന് തന്നെ എനിക്ക് ദൈവം പറഞ്ഞു തന്നു. കേസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. 24 ഒക്ടോബർ 2025 ജഡ്ജ് പറഞ്ഞു, മിസ്റ്റർ പോൾ, അവിടെ എന്നെ അങ്ങനെ വിളിക്കുക, മിസ്റ്റർ പോൾ, എല്ലാ കേസുകളും നിന്നെ വിമോചിച്ചിരിക്കുന്നു, നീ കുറ്റക്കാരനല്ല ഒന്നിലും. അങ്ങനെ എന്നെ കോടതി വെറുതെ വിടുകയും ദൈവത്തിനെ അങ്ങനെ എനിക്ക് മഹത്വപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്തു.